ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം കേരള നിയമസഭയിലേക്ക് പ്രഥമ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ്. 1957 ഫെബ്രുവരി 28, പിന്നെ മാർച്ച് 11. ക്വസ്റ്റ്യൻ ഒറ്റോടെ കേട്ടെ. ഒന്നാം കേരള നിയമസഭയിലേക്ക് പ്രഥമ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957 ഫെബ്രുവരി 28. ഓക്കെ, അടുത്തത്, ഏറ്റവും സാവധാനം പകരുന്ന സാംക്രമിക രോഗം ഏതാണ്? ഏറ്റവും സാവധാനം പകരുന്ന സാംക്രമിക രോഗം ഏതാണ്? ക്ഷയമാണ്. ക്ഷയം. കുഷ്ഠരോഗികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മദർ തെരേസയാണ് കുഷ്ഠരോഗികളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ച വർഷം 1855. മുറിവിലൂടെ ബാധിക്കുന്ന ഒരു രോഗമാണ് ടെറ്റനസ്. ജലത്തിലൂടെ പകരുന്ന ടൈഫോയിഡ് ബാധിക്കുന്ന അവയവം ഏതാണ്? കുടലാണ്. ടൈഫോയിഡ് ബാധിക്കുന്നത് കുടലിനെയാണ്. ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം എന്നാണ്? മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച തടയാൻ ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയ ഏതാണ്? സൂപ്പർ ബഗ് ആണ്. സൂപ്പർ ബഗ്. മാൾട്ടാപ്പനി കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? എറണാകുളം. മാൾട്ടാപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല എറണാകുളം. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏതാണ്? മസ്തിഷ്കം. അടുത്തത്, നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പേരാമ്പ്ര. ഓക്കെ, ലോകാരോഗ്യ സംഘടന അടുത്തിടെ അനുസ്മരിച്ച അതുര ശുശ്രൂഷകളിൽ ഉൾപ്പെട്ട മലയാളി നേഴ്സ് ആരാണ്? ലിനി പുതുശ്ശേരി. മലമ്പനി പിടിപെട്ട് മരണമടഞ്ഞ ചക്രവർത്തി ആരാണ്? അലക്സാണ്ടർ. വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് മന്ത്.